ഗുഡ് ഡേ ടു ഓൾ. ആദ്യമേ തന്നെ എല്ലാവർക്കും ന്യൂ ഇയർ വിഷസ്. 2025 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈലോറിക് സ്റ്റെനോസിസ് എന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ആണ്. സോ പ്രോമെട്രിക് പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പൈലോറിക് സ്റ്റെനോസിസ്. അതിനെ റിലേറ്റ് ചെയ്ത് ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പൈലോറിക് സ്റ്റെനോസിസ് എന്താണെന്നുള്ള കാര്യം ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോ പൈലോറിക് സ്റ്റെനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാരോയിങ് എന്നാണ് സ്റ്റെനോസിസ് എന്ന വേർഡിന്റെ മീനിങ് തന്നെ. സോ പൈലോറിക് സ്റ്റെനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് പൈലോറസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് നമുക്കറിയാം നേരെ ഡിയോഡിനം, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഒരു പാർട്ടാണ് ഡിയോഡിനം അല്ലേ. അപ്പം ഈ ഒരു സ്റ്റൊമക്കിന്റെ ലാസ്റ്റ് പോർഷനും ഡിയോഡിനത്തിന്റെ ഫസ്റ്റ് പോർഷനും ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് പൈലോറസ് എന്ന് പറയുന്നത്. പൈലോറസ്. അപ്പൊ ആ പൈലോറസിന്റെ പോർഷനിൽ എന്ത് സംഭവിക്കുന്നു? നാരോയിങ് സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ പൈലോറിക് സ്റ്റെനോസിസ് എന്ന് പറയുന്നത്. സോ അപ്പം നിങ്ങൾ ഇവിടെ നോക്കുക. ഇറ്റ് ഈസ് സ്റ്റെനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോയിങ്. ഫ്രം ദ സ്റ്റൊമക് ടു ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ദാറ്റ് ഈസ് ഡിയോഡിനം. നമ്മൾ പറഞ്ഞു ആ ഒരു സ്റ്റൊമക്കിന്റെ ലാസ്റ്റ് പോർഷനും സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷനായ ഡിയോഡിനത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത് പൈലോറസ് എന്ന് പറയുന്നത്. സോ അവിടെ എന്ത് സംഭവിക്കുന്നു? നാരോയിങ് സംഭവിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, നമ്മുടെ ഫുഡ് പാസ് ചെയ്യുന്നു, ഫുഡ് മൗത്തിൽ നിന്ന് ഫാരിങ്സ് വഴി ഈസോഫാഗസ് ദെൻ സ്റ്റൊമക്ക്, അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പം സ്റ്റൊമക്കിലേക്ക് വരുന്നു, ഫുഡ് കണ്ടന്റ് എല്ലാം വരുന്നു. അവിടെ നമുക്കറിയാം HCl ഉണ്ട്. ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് നേരെ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് വരികയാണ് ചെയ്യുന്നത് ത്രൂ പൈലോറസ് വഴി. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? പൈലോറസ് നാരോയാണ്. അതായത് ഈ ഒരു വീതി ഉണ്ടായിരുന്ന പോർഷൻ എന്ത് സംഭവിച്ചു? വീതി കുറഞ്ഞ് നാരോ ആയി ഇങ്ങനെ പോകുന്നു. അപ്പം നമുക്കറിയാം ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുഡ് കണ്ടന്റ്സ് നേരെ എങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകുന്നില്ല. അപ്പൊ അവിടെ സ്റ്റൊമക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റൊമക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് എൻലാർജ് ചെയ്യുന്നു. അപ്പം അതാണ് ഈ ഒരു പൈലോറിക് സ്റ്റെനോസിസ് എന്ന് പറയുന്നത് തന്നെ. അപ്പം സ്റ്റൊമക്ക് വിചാരിക്കും എങ്ങനെയും ഈ കണ്ടന്റ്സിനെ ഒന്ന് പുറന്തള്ളണം എന്ന് വിചാരിക്കുന്നു. കാരണം സ്റ്റൊമക്കിൽ ഈ കണ്ടന്റ്സ് മുഴുവൻ കെട്ടിക്കിടക്കാണ്. സോ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഈ എന്ത് ചെയ്യുന്നു? കുഞ്ഞിന് വോമിറ്റിംഗ് വരുന്നു. അതായത് സാധാരണ ഒരു വോമിറ്റിംഗ് അല്ല, ഫോഴ്സ്ഫുൾ വോമിറ്റിംഗ്. അതായത് ഭയങ്കരമായിട്ട് ഫോഴ്സിൽ എന്ത് ചെയ്യുന്നു? വോമിറ്റ് ചെയ്യുന്നു. ഇത് യൂഷ്വലി ഈ ഒരു കണ്ടീഷൻ കാണുന്നത് ഇൻഫൻസിലാന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇത്രയും പൈലോറിക് സ്റ്റെനോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയേലും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ അബൌട്ട് ദ സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ടൈൽ വോമിറ്റിംഗ് റിപ്പീറ്റഡ് ആയിട്ട് പ്രോമെട്രിക്കിന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള വോമിറ്റിംഗ്. ആ സ്റ്റൊമക്കിൽ കണ്ടൻസ് നിറഞ്ഞിരുന്നിട്ട് സ്റ്റൊമക്ക് വിചാരിക്കും എങ്ങനെയും ഈ കണ്ടൻസിനെ ഒന്ന് പുറന്തള്ളണം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു ഫോഴ്സ്ഫുൾ വോമിറ്റിംഗ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് വോമിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ബൈലസ് വോമിറ്റിംഗ് ആണ്. അതിൻ്റെ ബൈൽ കണ്ടന്റ് ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കാരണം ഇതൊക്കെ വേറെ ഓരോ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റഡ് ആണ്. ഈ ബൈൽ എന്ന് പറയുന്നത് ഈ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് കണ്ടൻസ് ഡിയോഡിനത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് എവിടുന്ന് ഗോൾ ബ്ലാഡറിൽ നിന്ന് ബൈല് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ ആ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് സ്റ്റൊമക്കിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എങ്ങോട്ട് എത്തിച്ചേരുന്നില്ല? നമ്മുടെ ഡിയോഡിനത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. സോ അപ്പൊ അവിടെ എന്തുണ്ടാകുന്നില്ല? ആ ഒരു ബൈൽ സെക്രീഷൻ ഉണ്ടാകുന്നില്ല. അപ്പം ഈ കുഞ്ഞ് വൊമിറ്റ് ചെയ്യുന്ന ആ ഒരു വൊമിറ്റസിൽ ബൈലിന്റെ കണ്ടന്റ് കാണത്തില്ല. കാരണം ഡിയോഡിനത്തിൽ എത്തുമ്പോൾ മാത്രമാണ് ബൈലിന്റെ പ്രസൻസ് അവിടെ കാണുന്നത്. ദെൻ എക്സ്ട്രീം ഹങ്കർ. നമുക്കറിയാം കുഞ്ഞ് വൊമിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും കുഞ്ഞിന് ആ ഒരു ഹങ്കർ ഉണ്ടാവും. ദെൻ ഉള്ള ഫ്ലൂയിഡ് എല്ലാം പോകുന്നു, വൊമിറ്റ് ചെയ്ത് പോകുന്നു. ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കുഞ്ഞിന് ഫുഡ് കൊടുത്തതിന് ശേഷം അതായത് വിതിൻ 30 മിനിറ്റ്സിനുള്ളിൽ ഈ പറഞ്ഞ പ്രൊജക്ടൈൽ വോമിറ്റിംഗ് കാണാൻ പറ്റും. ദെൻ ഉറപ്പായിട്ട് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവും. ദെൻ മെറ്റബോളിക് ആൽക്കലോസിസ്.
യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ നമ്മുടെ പ്രോമെട്രിക്ക് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് അപ്പർ റെസ്പിറേറ്ററി ഓക്കെ അപ്പർ ജി ഐ ഇൻഫെക്ഷൻസ് ലൈക്ക് എന്തൊക്കെയാണ് ഇപ്പം ഒരു നോസ് വൊമിറ്റിംഗ് ഓക്കെ വൊമിറ്റിംഗ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി പോകുന്നത് മെറ്റാബോളിക് ആൽക്കലോസിസിലേക്കാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുക ലോവർ ജി ഐ കോംപ്ലിക്കേഷൻസ് ഇപ്പം നമ്മുടെ ഡയറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് അവിടെ പോകുന്നത് മെറ്റാബോളിക് ആസിഡോസിസിലേക്കാണ്. അത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഒരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പല ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ഡീൽ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ ഇപ്പം ഈ ഒരു സ്ലൈഡിൽ നിന്ന് തന്നെ നമ്മൾ ഒരു 4 ക്വസ്റ്റ്യൻസ് ഇപ്പം തന്നെ കണ്ടു. പ്രൊജക്റ്റൈവ് വോമിറ്റിംഗ് ഓഫ് കോഴ്സ് അത് നമ്മുടെ പൈലോറിക് സ്റ്റെനോസിസിൻ്റെ ആണ്. ഓക്കെ അതുപോലെ തന്നെ ഈ ബൈല് സെക്രീറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. അത് ഡിയോഡിനത്തിൽ എത്തുമ്പോൾ മാത്രമാണ് ബൈല് സെക്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ കണ്ടൻസ് ഫുള്ള് അബ്ഡോമനിൽ അതായത് നമ്മുടെ സ്റ്റൊമക്കിലായതുകൊണ്ട് അവിടെ ആ ഒരു ബൈലിൻ്റെ പ്രസൻസ് കാണുന്നില്ല. അപ്പോൾ കുഞ്ഞ് വോമിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? നോൺ ബൈലസ് വോമിറ്റിംഗ് ആയിരിക്കും. ദെൻ ഇവിടെ വരുന്നത് മെറ്റാബോളിക് ആൽക്കലോസിസ് ആണ്. ദെൻ വേവ് ലൈക്ക് കൺട്രാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വേവ് ലൈക്ക് കൺട്രാക്ഷൻ, അത് വിസിബിൾ പെരിസ്റ്റാൾസിസ്. നമ്മൾ പറഞ്ഞു ഈ സ്റ്റൊമക്കിന് ഈ ഉള്ളിക്കിടക്കുന്ന കണ്ടൻസിനെ എങ്ങനെയാലും പുറന്തള്ളണം. അപ്പോൾ ഇവിടുത്തെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ വിസിബിൾ പെരിസ്റ്റാൾസിസ് നമുക്ക് ആ ഒരു കുഞ്ഞിന്റെ ആ ഒരു സ്റ്റൊമക്കിന്റെ പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇത് പെരിസ്റ്റാൾസിസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു പെരിസ്റ്റാൾസിസ് നടക്കുന്നത്. കാരണം എന്താണ്? നമ്മുടെ സ്റ്റൊമക്ക് എവിടെ ഇരിക്കുന്നത്? ലെഫ്റ്റ് പോർഷനിലാണ് സ്റ്റൊമക്ക് ഇരിക്കുന്നത്. ഓക്കെ ആൻഡ് അത് നമ്മൾ പറഞ്ഞു ഡിയോഡിനത്തിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് നമ്മുടെ പൈലോറസ് വരുന്നത്. ഡിയോഡിൻ എവിടെയാണ് ഇരിക്കുന്നത്? റൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ഫ്രം ആ സ്റ്റൊമക്ക് to the initial portion of the duodenum, that is from left to right ആണ് എന്ത് വരുന്നത്? വിസിബിൾ പെരിസ്റ്റാൾസിസ് നമുക്ക് കാണാൻ പറ്റുന്ന പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നു. ഓക്കെ ഓഫ് കോഴ്സ് വെയിറ്റ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. കാരണം എപ്പോഴും കുഞ്ഞിന് എന്തായിരിക്കും, എന്ത് കഴിച്ചു കഴിഞ്ഞാലും വോമിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഒലീവ് ഷേപ്ഡ് മാസ് ദാറ്റ് ഇസ് നോൺ ആസ് പൈലോറിക് ട്യൂമർ. നമ്മൾ ആ ഒരു ഡിയോഡിനത്തിൻ്റെ പോർഷൻ അല്ലെങ്കിൽ പൈലോറസിൻ്റെ ഓക്കെ അറ്റ് ദ ഇനീഷ്യൽ പോർഷൻ ഓഫ് ദ ഡിയോഡിനം അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് പോർഷൻ ഓഫ് ദ സ്റ്റൊമക്ക് ദാറ്റ് ഈസ് പൈലോറസ് അതിൻ്റെ അവിടെ നമ്മൾ പാൽപേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അവിടെ ഒരു ഒലിവ് ഷേപ്ഡ് മാസ് കാണാൻ പറ്റും. കാരണം നമ്മൾ പറഞ്ഞു അവിടെ എന്തായിട്ടിരിക്കുകയാണ് ഈ നമ്മുടെ പൈലോറസ് സ്റ്റെനോസിസ് അതായത് നാരോ ആയിട്ടിരിക്കുകയാണ്. ഈ നാരോ ആകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം പൈലോറസിലെ മസിൽസ് ഉണ്ട് അല്ലേ? ഈ മസിൽസ് എല്ലാം കൂടെ അങ്ങ് ഭയങ്കര തിക്കൻഡ് ആവും, കട്ടിയുള്ളതാവും, തിക്കൻഡ് ആവും, ഹൈപ്പർട്രോഫിഡ് ആവും. അപ്പോൾ ഈ മസിൽസ് എല്ലാം കൂടെ ഭയങ്കര തിക്കനായി അത് വലുതായി ഹൈപ്പർട്രോഫിഡ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് അവിടെ എന്താകുന്നത്? ആ ഒരു പൈലോറസ് നാരോ ആയിട്ട് പോകുന്നത്. അതിൻ്റെ ആ ഒരു ട്യൂബിന് വീതി കുറഞ്ഞ് വരുന്നത്. ഓക്കെ അപ്പം ആ ഒരു പോർഷൻ അങ്ങനെ ഭയങ്കര തിക്കൻഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അത് നമുക്കൊരു മാസ് ആയിട്ട് ഫീൽ ചെയ്യും. ഒലിവ് ഷേപ്ഡ് മാസ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ ദെൻ അബൌട്ട് ദ മാനേജ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിന് ഫീഡ് കൊടുക്കാൻ നേരത്തെ നമ്മൾ കൊടുക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് ഹൈ ഫൗളേഴ്സ് പൊസിഷൻ ആയിരിക്കണം. ഓക്കെ കാരണം ഇവിടെ കുഞ്ഞ് വൊമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ആസ്പിറേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് ഹൈ ഫൗളേഴ്സ് പൊസിഷൻ ആയിരിക്കണം. ഓക്കെ ദെൻ ഫീഡിങ് കഴിഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ ഉറപ്പായിട്ട് കൊടുക്കേണ്ട എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ റൈറ്റ് ലാറ്ററൽ പൊസിഷൻ. ഓക്കെ ഫീഡിങ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫീഡിങ് നമ്മൾ ഏത് പൊസിഷനാണ് കൊടുക്കേണ്ടത്? റൈറ്റ് ലാറ്ററൽ പൊസിഷൻ. കാരണം ഒരു വോമിറ്റിംഗ് ഉണ്ടാവും അല്ലെ? പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ആ വോമിറ്റിങ്ങിനെ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട പൊസിഷനാണ് റൈറ്റ് ലാറ്ററൽ പൊസിഷൻ. കാരണം ഈ പൈലോറസ് എവിടെയായിട്ടാണ് വരുന്നത്? റൈറ്റ് സൈഡിലാണ് വരുന്നത് അല്ലേ? അപ്പം അങ്ങോട്ട് ആ ഒരു പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റൈറ്റ് സൈഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞിനെ ഏത് പൊസിഷനിൽ ഇരുത്ത്? റൈറ്റ് ലാറ്ററൽ പൊസിഷനിൽ നമ്മൾ ഫീഡിങ്ങിന് ശേഷം പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ ദെൻ നമുക്ക് അട്രോപ്പിൻ ഓക്കെ ഓറൽ ഇൻട്രാവീനസ് ആയിട്ടോ ഓറൽ ആയിട്ടോ ഒക്കെ അട്രോപ്പിൻ ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ പെരിസ്റ്റാൾസിസ് ഭയങ്കര ഫാസ്റ്റ് ആണ്. നമുക്ക് ആ പെരിസ്റ്റാൾസിസ് വിസിബിൾ ആണ്. ഓക്കെ അപ്പം അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അട്രോപ്പിൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഓഫ് കോഴ്സ് ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് നമുക്ക് പോകാം. അതായത് പൈലോറോമയോട്ടമി അല്ലെങ്കിൽ ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് ഫ്രെഡ് റാംസ്റ്റഡ് പൈലോറോമയോട്ടമി എന്നും നമുക്ക് പറയാം. ഓക്കെ
നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് പൈലോറിക് സ്റ്റെനോസിസ് എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓരോ പോയിന്റ്സും വെച്ചിട്ടിട്ട് പല തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുക. എ ഫസ്റ്റ് ടൈം മദർ ഓഫ് 3 weeks old breastfed baby brings the infant to the clinic and complains that her child has been forcefully vomiting. ഇവിടുത്തെ കീ പോയിന്റ് നോക്കുക, forcefully vomiting after feeding. നമ്മൾ പറഞ്ഞായിരുന്നു ഫീഡിങ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫീഡിങ് ഒരു വിതിൻ 30 മിനിറ്റ്സിനുള്ളിൽ കുഞ്ഞ് ആ ഒരു ഫോഴ്സ്ഫുൾ വോമിറ്റിംഗ് കാണിക്കും. ദാറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് എന്താണ്, പ്രൊജക്ടൈൽ വോമിറ്റിംഗ് എന്ന് പറയുന്നു. ഓക്കെ, അതപ്പോൾ തന്നെ ആ ഒരു കീ പോയിന്റ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഹി വാസ് ബോൺ അറ്റ് 40 weeks gestation weighing 3.6 kg. ഹീസ് കോൺസ്റ്റന്റ്ലി ഹങ്കർ ആൻഡ് ഇറിറ്റബിൾ. ഓക്കെ, അവന് ഹങ്കർ ഉണ്ട്, ഹീസ് കോൺസ്റ്റന്റ്ലി ഹംഗ്രി. നമ്മൾ പറഞ്ഞു ഈ ഒരു പൈലോറിക് സ്റ്റെനോസിസിന്റെ ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത്, ഹങ്കർ എന്ന് പറയുന്നത്, ആൻഡ് ഇറിറ്റബിളും ആണ്. എക്സാമിനേഷൻ റിവീൽസ് എ സ്വെല്ലൻ അബ്ഡോമൻ. നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് നിറയെ എന്താണ്, ഈ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് ആണ്, അത് എംറ്റി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അബ്ഡോമൻ എങ്ങനെയായിരിക്കും, സ്റ്റൊമക്ക് എങ്ങനെയായിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും, സ്വെള്ളൻ ആയിരിക്കും. ആൻഡ് എ പാൽപ്പബിൾ മാസ് ഇൻ ദ മിഡിൽ അപ്പർ റൈറ്റ് ക്വാഡ്രന്റ്. ഓക്കെ, പ്രത്യേക നോട്ട് ചെയ്യുക, റൈറ്റ് ക്വാഡ്രന്റ്, അപ്പർ റൈറ്റ് ക്വാഡ്രന്റ്. നമ്മുടെ പൈലോറസ് എവിടെയാണ് ഇരിക്കുന്നത്, റൈറ്റ് ക്വാഡ്രന്റിലാണ് പൈലോറസ് ഇരിക്കുന്നത്. അത് അവിടെ എന്താണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്, പാൽപ്പബിൾ മാസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ദാറ്റ് ഡിസീസ് കണ്ടീഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ കൂടി ചേർന്ന് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മളോട് ഇവിടെ ഫോഴ്സ്ഫുള്ളി വോമിറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു, നമുക്കറിയാം ദാറ്റ് ഈസ് പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ആണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫീഡിങ് ദ ബേബി. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു കുഞ്ഞ് ഹംഗ്രി എപ്പോഴും ഉണ്ടായിരിക്കും, പെർസിസ്റ്റന്റ് ഹംഗ്രി ആണ്, സ്വെള്ളൻ അബ്ഡോമൻ ആണ്. ഓക്കെ, പാൽപ്പബിൾ മാസ് ഉണ്ട്. സോ ഓഫ് കോഴ്സ് ദ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, പൈലോറിക് സ്റ്റെനോസിസ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനെയും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പ്രോമെട്രിക്കിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് തന്നെ ആദ്യമേ തന്നെ തിയറി നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. അത് ഒരു കാണാപ്പാഠം പഠിക്കുകയല്ല ചെയ്യേണ്ടത്, അത് എന്താണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. സോ തിയറി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100% നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇവിടെ അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഫ്രം ദ ഇനീഷ്യൽ പോയിന്റ് തൊട്ട്, അതായത് ഫ്രം വൈറ്റൽ സയൻസ് തൊട്ടിട്ടാണ് നിങ്ങളുടെ ആ ഒരു ക്ലാസ് ഡീലിങ്സ് വരുന്നത്. ഓക്കെ, നമ്മൾ എല്ലാ പോർഷൻസ് കവർ ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ ഓരോ സ്പെഷ്യാലിറ്റി ബ്രാഞ്ചുകൾ ഓരോ സിസ്റ്റം വൈസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കോച്ചിങ് കൊണ്ടുപോകുന്നത്. സോ അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മാസത്തിൽ, അതായത് ഒരു മാസത്തെ കോച്ചിങ്ങിൽ തന്നെ നിങ്ങൾ 3000 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ അപ്പം നമ്മുടെ ഈ ഡെയിലി ക്ലാസ്സും ക്വസ്റ്റ്യൻ വർക്കൗട്ടും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക്, അതായത് ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് പ്രോമെട്രിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഏത് റിലേറ്റഡ് എക്സാംസ് ആയാലും നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു നമ്മുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, തിയറി അവേഴ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴും അതിൻ്റെ അകത്തുനിന്ന് വന്നിട്ടുള്ള ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതുപോലെ തന്നെ എല്ലാ ദിവസവും 100 ക്വസ്റ്റ്യൻസ് പെർ ഡേ എന്നുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ തരും. ഓക്കെ, അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് തീരുമാനിക്കുക. ഓക്കെ, ക്ലാസ്സിൽ ജോയിൻ ചെയ്യണോ, നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യണോ എന്നൊന്ന് ചിന്തിക്കുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.